ഈ കെ പി അഭിലാഷ്, ഉം. ഈ പാനലിന്റെ ബാലൻസിങ് അങ്ങ് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. യു ഡി എഫിന് വേണ്ടി രണ്ടുപേരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ബി ജെ പിക്ക് വേണ്ടി ഒരാൾ പങ്കെടുക്കുന്നു. ആ ആകെ ഈ പാനലിൽ 4 പേരാണ്. ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് 4-1 ആ അതിരിക്കട്ടെ, അത് നിങ്ങളുടെ അല്ല, ഒരു താങ്കൾക്ക് പോളിസിയുടെ അതിന് ഒരു ഭാഗമായിട്ട് സമയക്കുറവുമില്ല. താങ്കൾ എല്ലാ ഘട്ടത്തിലും ഞാൻ താങ്കളിലേക്ക് വന്നു. ഞാന് എന്റെ ബഹുമാന്യ സുഹൃത്ത് BJP സുഹൃത്ത് ആ പറഞ്ഞതിൽ ആദ്യം പ്രതികരിച്ചിട്ട് മറ്റതിലേക്ക് കോൺഗ്രസിന്റെ പ്രതിനിധിയിലേക്ക് കടക്കാം. ഒന്ന്, ഇവര് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി ലൈൻ കണക്ക് കൊടുക്കുന്നില്ല. ഈ സാധാരണക്കാരെ കുറച്ചുപേരെ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം, കുറച്ചു നാളത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാം. ഈ കണക്കെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന പണവും കേരളത്തിന്റെ പണം കൂടി ചേരുമ്പോഴാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്, ചെലവാക്കൽ വരുന്നത്. ആ ചെലവാക്കലിനകത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ 60% കിട്ടുമ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റ് 40% ചെലവാക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ തിരിച്ച്. അപ്പോ ഈ കണക്കിനെ സംബന്ധിച്ച് ഞാൻ ഒറ്റ വാചകം കൊണ്ട് ആ പ്രശ്നത്തിന് മറുപടി ഉണ്ടാകും. ശ്രീ അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ രാഷ്ട്രീയ പ്രതിനിധികളെ മാറ്റി വെക്കുന്നു, അവർ രണ്ടുപേരെയും. അവർ അതിന്റെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം കൂടിയാണ് പറയുന്നത്. ഈ ചൂരൽമല പ്രശ്നത്തിൽ സുപ്രീം കോടതിയിൽ കേസ് ചെല്ലുമ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെന്റ് വാദിച്ചത് ചൂരൽമലയിലെ കണക്ക് തരാഞ്ഞിട്ടാണ് ഞങ്ങൾ വായ്പാ കുടിശ്ശിക എഴുതള്ളാത്താണെന്നോ പറഞ്ഞത്? അതോ സെൻട്രൽ ഗവൺമെന്റിനോട് ഈ സുപ്രീം കോടതി പറഞ്ഞ എന്താ? രാഷ്ട്രീയക്കാർ പറയുന്നതിനേക്കാൾ ശക്തമായ ഭാഷയിലാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഈ കണക്കിന്റെ കളി അവിടെ മാറ്റിവെയ്. കണക്ക് എന്നുള്ളൊരു വിഷയം സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റേഴ്സ് സുരേഷ് ഗോപി അല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട മന്ത്രാലയോ പ്രധാനമന്ത്രിയോ അതുപോലുള്ള ആളുകളോ ഇന്ന് വരെ അത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അവരുടെ ഉയർന്ന മന്ത്രാലയങ്ങൾ, ധനമന്ത്രാലയം ഉന്നയിച്ചിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ് ഇത്തരം ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ സാമ്പത്തിക വിഭാഗം അങ്ങനെ ഒരു ആക്ഷേപം കേരളത്തിനെതിരായിട്ട് ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ എത്രയല്ല ആക്ഷേപം ഉന്നയിച്ചാലും ഈ കണക്ക് പിണറായി വിജയൻ കൊണ്ടുപോയി കൂട്ടിവെച്ചിട്ടൊന്നുമില്ല. ഓരോ ഡിപ്പാർട്ട്മെന്റും അവർക്ക് അവരുടെ സ്കീമുമായി ബന്ധപ്പെട്ട അക്കാര്യത്തിൽ കൃത്യമായ കണക്ക് കൊടുക്കുന്നു എന്നുള്ള, കണക്ക് കൊടുക്കാത്തല്ല. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ ഗവൺമെന്റിന്റെ അഴിമതി മറയ്ക്കാനാണെന്നുള്ളത്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് സുപ്രീം കോടതി വിലയിരുത്തിയത് ഏതാണ് അഭിലാഷ്? രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു കൊണ്ടുവന്ന ആരാ? CPIM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി. എന്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത്? CPM 10 പൈസ വാങ്ങിക്കില്ല. അല്ല, പറഞ്ഞിട്ടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. CPM 10 പൈസ അങ്ങ് ശരി എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. CPM 10 പൈസ വാങ്ങിച്ചിട്ടില്ല. CPM-ന്റെ 9 വർഷം ഭരണകാലത്തിനിടയിൽ ഏത് അഴിമതി കേസാണ് കേരളത്തിലെ കോടതികളിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയത്? അതുപോലെ നിങ്ങൾ 25 വർഷമായിട്ട് ഉന്നയിക്കുന്ന എല്ലാ കേസുകളും ഇന്ന് അന്തരീക്ഷത്തിൽ പറന്ന് അത് ഇല്ലാതായി മാറിയുണ്ടായി. എക്സാലോജിക്ക് ആയിക്കൊള്ളട്ടെ, പിന്നെ ലാവലിനായിക്കൊള്ളട്ടെ, കമല ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ഈന്തപ്പഴത്തിലെ സ്വർണ്ണം ആയിക്കൊള്ളട്ടെ, ഖുറാനിലെ സ്വർണ്ണം ആയിക്കൊള്ളട്ടെ, തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റിനെതിരായിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെള്ളത്തിൽ വരച്ചതുപോലെയായി. ഒന്നുപോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ, സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി കോൺഗ്രസിന്റെ പ്രതിയിലേക്ക് വന്നാൽ, അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ BJP-യുടെ ഗവൺമെന്റിന് വേണ്ടി വക്കാലത്ത് എടുക്കുന്നത്? സർ, ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞത് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാന്ന വാക്കൊന്നും ഞാൻ ചർച്ചയിൽ പറയുന്നില്ല. നിങ്ങൾ CPIM-ന്റെ ഇടതുപക്ഷത്തിന് പ്രകടന പത്രികയുടെ വരികളുണ്ടെന്ന് വായിച്ച് കേൾപ്പിക്കണം. ഡെയിലി വേജസിലെ ജോലിക്കാർക്കാണ് നമ്മൾ 700 രൂപ പ്രഖ്യാപിച്ചത്. അത് 700 രൂപ കൊടുത്തിട്ടുമുണ്ട്. ആശ ഡെയിലി വേജസ് അല്ല. ആശ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, സ്കീമാണ്. ആ സ്കീം ഡെയിലി വേജസ് വരുന്നതല്ല, അത് സോഷ്യൽ സർവീസ് ആണ്. ആ സോഷ്യൽ സർവീസിന് നമ്മൾ കൊടുക്കുന്ന, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സഹായധനമാണ്. സെൻട്രൽ ഗവൺമെന്റ് അതിൽ തുക വർദ്ധിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഈ ആശയുടെ സമരം വന്നത് മുതൽ നിങ്ങൾ പറയുകയാണ് 700 രൂപ കൊടുക്കാവുന്ന. അത് SUCക്കാർ നടത്ത പ്രചരണമാണ്. 700 രൂപ കൊടുക്കാവുന്ന ഇടതുപക്ഷ മുന്നണിക്ക് പറയാനേ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡെയിലി വേജസിന്റെ പരിധിയിൽ വന്നാൽ ആശ മാത്രമല്ല, ആശ ഡെയിലി വേജസ് ആക്കിയാൽ അത് ആരെ ഡെയിലി വേജസ് ആക്കി പ്രഖ്യാപിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റ്. കോൺഗ്രസിന്റെ പ്രതി തൊട്ടടുത്തിരിക്കുന്ന, അല്ല, നമ്മുടെ പാനലുള്ള BJP സുഹൃത്തിനോട് പറയുക അത് കേന്ദ്ര സ്കീം പ്രഖ്യാപിക്കാൻ പറയുക, അല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് മേലെ അടിച്ചേൽപ്പിക്കരുത്. ഇനി ഒരു കാര്യം കൂടി അതിനകത്ത്, ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഏത് സ്റ്റേറ്റിലാണ് ആശാ വർക്കർക്ക് കേരളത്തിലേക്കാൾ വലിയ തുക കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം പരിഹരിക്കാം. രണ്ടാമത് കിഫ്ബിയുടെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം നോക്കിയാൽ മതി സാർ. പരവൂർ പോയിട്ട് VD സതീശന്റെ മണ്ഡലം നോക്കിയാൽ മതി. ഇപ്പൊ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ ഓരോ മണ്ഡലത്തിലേക്കും 96,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി വഴി നടപ്പിലാക്കിയിട്ടുള്ളത്. 937 സർ,
937 സ്കൂൾ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത ഈ 9 വർഷക്കാലം കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏക വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരാ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയുടെ പേരാ പിണറായി വിജയൻ. 937 സ്കൂൾ കെട്ടിടങ്ങൾക്ക് കല്ലിടുകയല്ല ചെയ്തത്, ഉദ്ഘാടനം ചെയ്ത. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലൊക്കെ പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചത് ആളുകൾ വ്യക്തിപരമായിട്ട് വീട് വെക്കുന്നത് പോലല്ല. കിഫ്ബി പണം ഉപയോഗിച്ച് കേരളത്തിൽ 10ഉം 12ഉം 15 നിലകളുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ചത് ഈ കിഫ്ബിയുടെ പണം ഉപയോഗിച്ചിട്ടാ. അല്ലാതെ വെറുതെ ഉട്ടോപ്യൻ സിദ്ധാന്തം പ്രകടന പത്രിക പറഞ്ഞതല്ല. നിങ്ങൾ പ്രകടന പത്രിക നടപ്പിലാക്കിയാൽ മര്യാദകേടെന്ന് പറയും, BJP പറയും പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ളതല്ല, അത് പറയാനുള്ളതാണെന്ന് കൃത്യമായി പറഞ്ഞവരാ നിങ്ങൾ. ഇനി നമ്മുടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ നേട്ടങ്ങളാണ് പലതും BJPയുടെ പൈസ അനുവദിക്കാത്തതിന്റെ ഒരു കാരണം. അവര് പറയുന്നത് നിങ്ങൾക്ക് ഇന്ത്യയിലെ ആദ്യത്തെ 12 PH സെന്റർ കേരളത്തിനാ. PH സെന്ററിന് പണമില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞത് മരുന്ന് കൊടുക്കുന്നതും ആശുപത്രി മെച്ചപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റ് സഹായമാണെന്ന്. സർ, UP-യിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 40 കുട്ടികൾ മരണത്തിന് കിടക്കുന്നു. കേരളത്തിൽ 1000 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ 4 കുട്ടികൾ മരണത്തിൽ കിടക്കുന്നു. ഇതെന്താ ഈ UP-ക്ക് സഹായിക്കാത്ത? എന്താ ബീഹാറിന് സഹായിക്കാത്ത? കേരളത്തെക്കാൾ കൂടുതൽ പൈസ നിങ്ങൾ കൊടുത്തിട്ടും എന്താണ് അവിടെ ആരോഗ്യരംഗത്ത് മെച്ചപ്പെടലുണ്ടാകാതെ? ഇന്ത്യ രാജ്യത്തെ 23 കാര്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് കേരളം എത്താനുള്ള കാരണം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്ന ജനോപകാരപ്രദമായ നിലപാടും ആണ്. ഇനി കടം വാങ്ങിച്ചാൽ നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. സാർ, കടം വാങ്ങിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം, BJP ഗവൺമെന്റ് അനുമതി വേണം. നിങ്ങൾ അനുമതി തരുന്നില്ല. ഞങ്ങൾ നിയമപരമായി കടമെടുക്കാനുള്ള അവകാശം കോടതി പോയിട്ടാണ് ഉറപ്പാക്കുന്നത്. NHM കേന്ദ്ര ഗവൺമെന്റ് സ്കീമാ, ശമ്പളം കിട്ടുന്നില്ല. ഞാനൊരു ജനപ്രതിനിധി കൂടിയാണ്. NHM-ന്റെ ശമ്പളം കിട്ടുന്നില്ല, SSKയുടെ ഫണ്ട് കിട്ടുന്നില്ല. ഇതെല്ലാം തരാതിരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സമീപനം എടുക്കുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ചത് കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ മരുന്ന് വാങ്ങിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യബോധം നിങ്ങൾ ഉൾക്കൊള്ളണം. റൈറ്റ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീ ആർ വി രാജേഷ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പാനലിനെ കുറിച്ച് പറഞ്ഞുവെങ്കിലും 3 രാഷ്ട്രീയ പ്രതിനിധികൾ എന്ന നിലയിലാണ് ഞാൻ അവരെ ക്ഷണിച്ചത്. ഒപ്പം CP ജോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അതിനപ്പുറത്തൊരു ഏകപക്ഷീയമായ പാനൽ എന്ന് ദയവായി കരുതരുത്. ശ്രീ ആർ വി രാജേഷ്, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്തു തന്നെയുമാകട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ജനങ്ങൾക്ക് അവരുടെ ക്ഷേമ പദ്ധതികൾ അത് പണം നേരിട്ട് ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ അതിപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് ഇത് മോദി സ്റ്റൈൽ എന്നുള്ളതാണ്. മോദിയും അങ്ങനെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്കൊക്കെ എത്തുന്ന തരത്തിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ UDF-നെ സംബന്ധിച്ചിടത്തോളം? അവസാനിപ്പിക്കുക. ഒരാശങ്കയും സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രീ PK ഗോവൻ പറയുന്നത് യാതൊരു ഡേറ്റയുടെ അടിസ്ഥാനമില്ലാതെ അദ്ദേഹം കുറേ രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുകയാണ്. അദ്ദേഹത്തെ പൊഴുത്തിക്കോട്ടെ, അത് ഗവൺമെൻറ്റിനൊക്കെ പൊഴുത്തുന്ന അദ്ദേഹത്തിൻ്റെ ജോലിയാണ്, തള്ളി മറിക്കാം, അതൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യമൊന്നുമല്ല. നിങ്ങളുടെ പ്രകടന പത്രികയെക്കുറിച്ച് പറഞ്ഞു. പ്രകടന പത്രികയിലെ പേജ് നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു. 16-ാമത്തെ പേജ് നമ്പർ എടുത്തൊന്ന് വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, സ്കീം വർക്കർമാർ. താങ്കൾ മര്യാദ വേണം, ചർച്ചയിൽ മര്യാദ വേണം. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലോ. ഇവർക്കെല്ലാം 700 രൂപയാക്കുമെന്നുള്ള പ്രകടന പ്രഖ്യാപനം. 2500 രൂപ എല്ലാ ക്ഷേമ പെൻഷനും മാറ്റും എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ 600 രൂപ അല്ല ശ്രീ ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ ക്ഷേമ പെൻഷൻ 300 രൂപയായിരുന്നു ശ്രീ VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ. അത് ആദ്യം 600 രൂപയാക്കി, പിന്നീട് 1000 രൂപയാക്കി, മുതിർന്ന പൗരന്മാർക്ക് 1500 രൂപയാക്കിയിട്ടാണ് ആ ഗവൺമെന്റ് ഇറങ്ങിപ്പോയത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവർ ഇവിടെ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നു.